എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കരിമീൻ പൊരിച്ചത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബേസിക് ഫിഷ് ഫ്രൈ റെസിപ്പി തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണും. ഞാനിവിടെ കരിമീനിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഏത് മീനിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാമിയോ. അപ്പൊ നമുക്ക് കരിമീൻ ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാവേ. കരിമീൻ എടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാനുള്ളതാണ്. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനീഗറും എടുത്തിട്ടുണ്ട്. കരിമീൻ ആദ്യം ഒന്ന് വരഞ്ഞെടുക്കാവേ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഫ്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കേട്ടോ. നല്ല വലിയ കരിമീൻ കിട്ടിയപ്പോൾ അങ്ങ് മേടിച്ചു. ഇത് കണ്ടോ, ഇതുപോലെ രണ്ട് വശവും വരഞ്ഞു കൊടുക്കാം. അരപ്പുണ്ടാക്കാം കേട്ടോ നമുക്ക്. ഞാനിവിടെ 1 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 മീഡിയം കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ടുണ്ട്, അതിടാം. ഒരു 10-12 അല്ലി വെളുത്തുള്ളി. ഇത് 3 കിലോ മീനുണ്ട് കേട്ടോ. 3 കിലോയ്ക്കുള്ള ക്വാണ്ടിറ്റി ആണേ. ഇതിൻ്റെ കൂടി ഈ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം, ശകലം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഈ അരപ്പിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. മീൻ വറുത്തനൊക്കെ എപ്പോഴും നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ആട്ടോ നല്ലത്. ഞാനിവിടെ പാൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. മീനിട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കരിമീൻ ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ അയച്ചു തരണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.